ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പെസഹാകാലം മെയ് മാസം 19 തീയതി തിങ്കളാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ദൈവസ്നേഹമാണ് പ്രധാന വിഷയം. സ്നേഹം ഓരോ ക്രൈസ്തവൻ്റെയും മുഖമുദ്രയാണ്. സഭാമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹമാണ് എന്നാണ്. ഈ സ്നേഹമാണ് കാൽവരിയിലെ വിരിമാറിൽ മാനവരാശിക്ക് വേണ്ടി സ്വന്തം ശരീരവും രക്തവും നൽകി ക്രിസ്തുനാഥൻ ആത്മത്യാഗം ചെയ്തത്. സ്നേഹം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? സ്നേഹം തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നും വരുന്നു. അതിനാലാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന്. ഇന്നത്തെ സുവിശേഷം ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴ സമയത്ത് നൽകിയ പ്രബോധനങ്ങളുടെ ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം മാതൃക കണ്ടിട്ടാവണം വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നതിൻ്റെ പോലെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന്. എങ്ങനെയാണ് നമുക്ക് ഈ ദൈവസ്നേഹം മനസ്സിലാക്കുന്നത്? നമ്മൾ 26 വാക്യത്തിൽ ശ്രവിക്കുന്നു, ദൈവം അയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും നമ്മെ ദൈവസ്നേഹം എന്താണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പാരക്ലീറ്റ് എന്ന പദമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. സഹായകൻ, കൂടെയായിരിക്കുന്നവൻ, കൂടെ നിന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ദൈവത്തിൽ നിന്നും അകന്ന് മറവിയുടെ താഴ്വരയിലായിരിക്കുമ്പോൾ അവിടെ നിന്നും ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്ത അരുവിയിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. ഒരു ദൈവ പൈതലിന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആത്മീയതയിൽ ഏതെങ്കിലും ഒരു വരൾച്ച സംഭവിക്കുമ്പോൾ അവിടെ ആവശ്യമായ ഊർജം നൽകി വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഹൃദയം തുറന്നു വെക്കുക എന്നതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഊർജവും പ്രചോദനവും ലഭിക്കുവാനുള്ള ഏക വഴി. വളരെ പ്രതീക്ഷിക്കാത്ത ചില സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ച് നമുക്ക് ഓർമ്മകൾ നൽകും. സഹനങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ ദൈവത്തെ മറന്നു പോകുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവം നൽകിയ നന്മകളെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവസ്നേഹത്തിൽ വളരാം, ഹൃദയം തുറന്നു വയ്ക്കാം. നമ്മിൽ ആത്മാവ് പ്രവർത്തിക്കട്ടെ, നമ്മുടെ സ്നേഹം വളരട്ടെ. ആമീൻ.